ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം മിക്സറാണ്. എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഒരു എളുപ്പവഴികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എങ്കിലും കുറച്ച് വളരെ ലളിതമായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് എണ്ണ ഉപയോഗിച്ച എണ്ണ മൊത്തം കാര്യമാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് മിക്സർ. നമ്മൾ എത്ര എണ്ണയാണോ അടുപ്പിൽ വെച്ച് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് അത്രയും എണ്ണ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. അത് ബാക്കി ബാലൻസ് ഓയിൽ വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കടലമാവ് 600 ഗ്രാം എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ബൂന്തി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടുന്നുണ്ട്. സേവ ഉണ്ടാക്കാനാണ് കുറച്ച് കൂടുതൽ. ഇത് ചലിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, അതായത് ഒരു ഇട്ടാൽ മതി. കുറച്ച് അരിപ്പൊടി നമ്മൾ വിഷയിപ്പിക്കുന്നു. അപ്പം സേവയിലും കുറച്ച് അരിപ്പൊടി ചലിച്ചിട്ടുണ്ട്. ബൂന്തിക്കും കുറച്ച് അരിപ്പൊടി ചലിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്താനുള്ള സാധനങ്ങൾ പ്രധാനപ്പെട്ടിട്ട് കായം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി ഇതിൽ ഇടാം. മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി. സേവനിക്ക് മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇതിൽ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഇതാണ്. സേവനാഴി അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. എനിക്കിവിടെ മിക്സർ കമ്പനി ഉള്ളത് കൊണ്ട് ഞാൻ മിക്സറിൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം സേവ ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ മെഷീനിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ബൂന്തിക്കുള്ള മാവാണ്. അത് ഇതിൽ തന്നെ കൂട്ടി. കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, വെള്ളം പോലെ ആകാൻ പാടില്ല. വളരെ കറക്റ്റായിട്ട് ഞാൻ കലക്കിയ ശേഷം നമുക്ക് എണ്ണ ചൂടായി നോക്കാം. ആവശ്യത്തിന് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ആവശ്യത്തിന് നോക്കാം കേട്ടോ. സേവ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ അല്പമായിട്ട് ഇടാൻ പാടുള്ളൂ. നന്നായി പൊട്ടിപ്പോവും. പൊട്ടിച്ചോടിക്കുക അവിലാണ് കേട്ടോ. മിക്സറിന് വേണ്ട അവിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. മട്ടവിൽ ആണ് ഇത്. മട്ടവിലല്ല വേണ്ടത്. ശരിക്കും സാധാരണ കട്ടിയുള്ള അവിലാണ് ഇത് വേണ്ടത്. തൽക്കാലം ഇവിടെ ഉള്ളത് എടുത്തിട്ടും കുറച്ച് മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ചും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ഇടണം. കുറച്ച് മതി. നന്നായി കലക്കണം. ഇതാണ് അതിൽ നല്ല ചൂട് വേണം. എണ്ണ നല്ല ചൂടുള്ള സമയത്ത് വേണം അതിലിടാൻ. അപ്പോൾ നമ്മൾ സേവ ഉണ്ടാക്കി കഴിഞ്ഞു. സേവയ്ക്ക് ശേഷം ബൂന്തി ഉണ്ടാക്കി കഴിഞ്ഞു. ബൂന്തി നല്ല ഉരുളായിട്ടുണ്ട്. പിന്നെ കടല വറുത്ത് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. കടല വറുത്ത് കൊട്ടി കുറച്ച് ഉപ്പും മുളകും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിൽ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പൊടിയല്ല, ആവശ്യത്തിന് പൊടിയല്ല. പിന്നെ ചേർത്തുള്ള സാധനം എത്ര കടല ചേർത്തിട്ടുണ്ടല്ലോ കണ്ടോ, കടലയുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഇതിൽ കൊടുക്കാം. ഈ പൊടിയാം. ഇവിടെ പൊരിക്കടല ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് ഇട്ട് കഴിയും. നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും മുളക് ഇടാം കേട്ടോ. മുളക് പൊടി ഇടാം. കേട്ടോ. കലക്കണം.
അവസാനമായി നമ്മൾ കറിവേപ്പിലയിൽ ഇടുകയാണ്. എണ്ണയിലിട്ട് വറുത്ത കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്സറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു കലക്കല കൂടി കലക്കി കഴിക്കാം. സ്വാദിഷ്ടമായ വീട്ടിലുണ്ടാക്കിയ മിക്സർ നമുക്ക് കഴിക്കാം. അപ്പോൾ മിക്സർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കാം കേട്ടോ. 2 കിലോ 3 കിലോ ഉണ്ടാവും.